നമസ്കാരം എല്ലാവർക്കും പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ 3-in-1 ഞാൻ വന്നിരിക്കുകയാണ്. 3-in-1 പവേർഡ് ബൈ ടാൽറോപ്പ് ആൻഡ് അതുപോലെ തന്നെ ടൈം എക്സ്പ്രസ് കാർഗോ. ഗിഫ്റ്റ് സ്പോൺസേർഡ് ബൈ നമ്മുടെ ദുബായ് ക്രോക്കഡൈൽ പാർക്ക്. അതിൻ്റെ ഒരു അഡൽട്ട് ടിക്കറ്റ് ആണ് നമ്മൾ കൊടുക്കുക. 2 ടിക്കറ്റ് കൊടുക്കും. അതുപോലെ തന്നെ സ്പെഷ്യൽ ഗിഫ്റ്റ് ഹാമ്പർ ഫ്രം ഉജാല. അങ്ങനെ കുറേ സമ്മാനങ്ങളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് മാത്രമല്ല എൻ്റെ കൂടെ ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. നമ്മുടെ മൂവി ഡയറക്ടർ അങ്കിൾ മൂവി ഡയറക്ട് ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട ഡയറക്ടർ മിസ്റ്റർ ഗിരീഷ് ദാമോദർ. അദ്ദേഹത്തിനെ ഞാൻ ഷോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ കുറേ അങ്ങനെ ഡയറക്ടേഴ്സ് നമ്മളെല്ലാവരെയും ഇവിടെ കാണുമെങ്കിലും എനിക്ക് ക്ലോസ് ആയിട്ട് ഇങ്ങനെ ചേട്ടനോട് സംസാരിക്കാൻ പറ്റിയത് ഒരുപാട് സന്തോഷം. അപ്പോൾ ഒരു പ്രാവശ്യം കൂടി ഞാൻ ഷോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ മമ്മൂക്കയുടെ പടമായ അങ്കിൾ എന്ന് പറഞ്ഞ മൂവി ഡയറക്ട് ചെയ്ത സംവിധായകനാണ് നമ്മുടെ ഗിരീഷ് ഏട്ടൻ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇന്നത്തെ ഷോ കാണണം. കണ്ട് ഞങ്ങളെ അദ്ദേഹത്തിനോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ വിളിക്കണം. അതുപോലെ തന്നെ പുതിയ സിനിമയുടെ വിശേഷങ്ങൾ, അദ്ദേഹം എന്തിനാണ് ഇവിടെ വന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയാനുള്ളത് എന്ന് നമ്മൾ കുറച്ച് സമയം നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കാം. എന്തൊക്കെയാണ് വിശേഷം? സുഖമായിരിക്കുന്നു. ആണോ? യുഎയില് വരാനുള്ളൊരു കാരണം ഇപ്പം ഒരു വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ആക്ടിംഗ് വർക്ക്ഷോപ്പ്. ഇന്നലെ ആയിരുന്നു അല്ലേ? ഇന്നലെ അജ്മാനിലുണ്ടായിരുന്നു. കഴിഞ്ഞ സൺഡേ അബുദാബി ഉണ്ടായിരുന്നു. ഒരു സാദി ക്രിയേഷൻസ് എന്ന് പറഞ്ഞ അവരാണത് സംഘടിപ്പിക്കുന്നത്. ആ ഭാഗമായിട്ടാണ് ഏകദേശം ഒരു മാസത്തോളം ഇവിടെ വരാൻ വേണ്ടിയിട്ട് സാധിച്ചത്. ദുബായിൽ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. വർക്ക്ഷോപ്പ് ആയിരുന്നു. അതിന്റെ കൂടെ ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്ന സിനിമയിലേക്ക് അതിൽ നിന്ന് എന്റെ മനസ്സിലേക്ക് വരുന്ന കുറച്ച് ആളുകളെ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അവരെ എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്താണ് ആ ഒരു ഐഡിയ വരും? ഇപ്പൊ കഥാപാത്രങ്ങൾ മനസ്സിലുണ്ടാകുമ്പോ എന്താണ് ക്രൈറ്റീരിയ? അപ്പൊ അത് മനസ്സിലിങ്ങനെ വരും ഒരാളെ കാണുമ്പോൾ അല്ലെങ്കിൽ ആക്ട് ചെയ്യുമ്പോൾ എന്തിലാണ് കൂടുതലായിട്ട് ചേട്ടൻ നോക്കുക കാര്യങ്ങൾ? അതായത് നമ്മള് ഒരു സിനിമ അല്ലെങ്കിൽ ഒരു സീൻ അതിലുള്ള കഥാപാത്രങ്ങളുണ്ടല്ലോ, അതിന്റെ ഒരു നമ്മളത് പിക്ചർ ചെയ്യുന്നതിന് മുമ്പ് അവരൊരു രൂപം നമ്മളെ മനസ്സിലുണ്ടാവും. എന്റെ കഥാപാത്രം ഇങ്ങനെ ആയിരിക്കണം. ഫസ്റ്റ് നമ്മളൊരു അപ്പിയറൻസ് ആണ്. പിന്നെ നമ്മൾ ഈ ക്യാമ്പും കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ നമുക്ക് അവരെ അഭിനയത്തിന്റെ ഒരു കഴിവ് ഒന്ന് പോളിഷ് ചെയ്തെടുക്കാം. നമുക്ക് അതിൽ മനസ്സിലാവും ഇവർക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. കാരണം ഇവിടെ യുഎയിൽ ഞാൻ ഒരു 2 ക്യാമ്പ് അറ്റൻഡ് ചെയ്തതിൽ അതിൽ ഓൾമോസ്റ്റ് 100% ആളുകളും ഭയങ്കര ടാലന്റഡ് ആളുകളാണ്. കാരണം അഭിനയത്തോടും ഉള്ള ഭയങ്കര, അതായത് ഡയറക്ഷനിലും മറ്റുള്ള മേഖലയിലും വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. കൂടുതൽ ആളുകൾ വന്നിരിക്കുന്നത് അഭിനയിക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷേ അവർക്ക് അങ്ങനെ ഒരു അവസരം കിട്ടുന്നില്ല. കാരണം ഇവിടെ പ്രവാസികളായി കഴിഞ്ഞാൽ അതിന്റെ ബുദ്ധിമുട്ട് അറിയാമല്ലോ. അതുകൊണ്ട് പക്ഷെ എന്തായാലും അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ട് ചില ആൾക്കാർ ചിലപ്പോൾ അതിനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ആൾക്കാരും ഉണ്ട് അല്ലേ? അപ്പൊ ഇങ്ങനെ ഈ വർക്ക്ഷോപ്പ് ചെയ്യുമ്പോൾ മുന്നോട്ട് കാണുന്നത് പുതിയ പ്രോജക്റ്റ് ചെയ്യാൻ പോകുന്നു പറഞ്ഞു. അപ്പൊ ആ പ്രോജക്റ്റിലേക്ക് എടുക്കാനും കൂടി വേണ്ടിയിട്ടാണോ? അതെ, തീർച്ചയായിട്ടും. അതിൽ നിന്ന് പിന്നെ എന്റെ മനസ്സിൽ പതിഞ്ഞ കുറച്ച് മുഖങ്ങളുണ്ട്. ഇപ്പോഴേ നമ്മൾ അവരോട് പറയുന്നത് ശരിയല്ല. നമ്മൾ സിനിമ തുടങ്ങുന്നതോടുകൂടി ഏകദേശം 2-3 മാസം കൊണ്ട് സിനിമ സ്റ്റാർട്ട് ചെയ്യും. ആ സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും അവരെ അറിയിക്കും. കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ പുതിയ പടം നമ്മുടെ അങ്കിൾ എന്ന് പറഞ്ഞ മൂവി മമ്മൂക്കായിട്ട് ചെയ്തൊരു മൂവിയാണ്. അപ്പം അതിന്റെ ഒരു എക്സ്പീരിയൻസ് കൂടി ഞങ്ങളോട് പറയാം. ഒരുപാട് എനിക്കറിയാം 25 വർഷം തികയാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു സിനിമ ഇൻഡസ്ട്രി, ഫിലിം ഇൻഡസ്ട്രിയിൽ നമ്മുടെ ഒരു ഡയറക്ടറായിട്ട് നിൽക്കാന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. അപ്പം ഗിരീഷ് ചേട്ടന് അതിന്റെ എല്ലാ കൺഗ്രാറ്റുലേഷൻസ് കേട്ടോ. ഇറ്റ്സ് എ വെരി ഹ്യൂജ് സ്റ്റെപ്പ് ആണ്. അപ്പൊ ഈ 25ാമത്തെ വർഷത്തില് പുതിയൊരു പ്രോജക്റ്റും കൂടി ചെയ്യാൻ പോവാണ്. അപ്പൊ അതിന്റെ ഒരു ഫീലിംഗ് എന്താണ്? അല്ല, ഓരോ സിനിമകൾ ചെയ്യുമ്പോൾ നമ്മൾ അത് ആദ്യ സിനിമ പോലെ തന്നെ നമുക്ക് അതിന്റെ ഒരു ടെൻഷനും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതെ. പിന്നെ ഈ 25 വർഷം എന്ന് പറഞ്ഞു, അതിൽ കൂടുതലും ഞാൻ പല പ്രഗത്ഭരായ സംവിധായകരെയും കൂടെ അസോസിയേറ്റ് ആയിട്ടും അസിസ്റ്റന്റ് ആയിട്ടും ഒക്കെ വർക്ക് ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി. അങ്ങനെയാണ് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു സിനിമ ചെയ്യാനുള്ള കാരണം. ഞാൻ അതാ ചോദിക്കാനും വന്നേ. ആദ്യ സിനിമ തന്നെ നമ്മുടെ മമ്മൂക്കായിട്ട് ചെയ്യാന്ന് തോന്നുന്നു ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. അപ്പൊ അത് എങ്ങനെയായിരുന്നു അതിലേക്ക് എത്തിപ്പെട്ടത്? അതിലേക്ക് എത്തിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയണ്ടാവും, ജോയ് മാത്യു. പിന്നെ ഉറപ്പായിട്ട് നമ്മുടെ പ്രവാസിയായിട്ട് നമ്മുടെ അദ്ദേഹമാണ് അതിന് കാരണക്കാരൻ. കാരണം അദ്ദേഹം സിനിമയിൽ വരുന്നതിന് മുമ്പേ ഞാനും അദ്ദേഹമായിട്ടുള്ള കോഴിക്കോട് വെച്ചിട്ടുള്ള ഞങ്ങളെ സൗഹൃദം ഉണ്ട്. കാരണം അദ്ദേഹം ബോധി ബുക്സ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം, പബ്ലിഷിംഗ് ഹൗസ് നടത്തിയിരുന്നു അവിടെ. അതിനുശേഷമാണ് അദ്ദേഹം പ്രവാസിയാവുന്നതും. ഏകദേശം ഒരു 9 വർഷത്തോളം ഇവിടെയായിരുന്നു അദ്ദേഹം. ഈ ദുബായിലായിരുന്നു, ദുബായ് ഷാർജ. അങ്ങനെ വീണ്ടും തിരിച്ചു വന്നതിന് ശേഷമാണ് അദ്ദേഹം ഷട്ടർ എന്ന സിനിമ തിരക്കഥ എഴുതി പ്രൊഡ്യൂസ് ചെയ്ത് സംവിധാനം ചെയ്തത്. അതൊരു ചരിത്രമായി മാറി മലയാള സിനിമയിൽ. പിന്നീട് ആമേൻ പോലുള്ള സിനിമകളിൽ പുള്ളി അഭിനയിക്കണം. പുള്ളി ഇതിനു മുമ്പേ അമ്മ അറിയാന്ന് പറഞ്ഞ സിനിമയിൽ നായകനായിട്ട് അഭിനയിച്ചതാണ്.
പക്ഷേ ഈ ആമേൻ എന്നൊക്കെ പറഞ്ഞ പടങ്ങളിൽ അഭിനയിച്ചോടു കൂടിയാണ് അദ്ദേഹം ഭയങ്കര പോപ്പുലർ ആയത്. ആ തിരക്കിനിടയിൽ ഞങ്ങളെ പഴയ സൗഹൃദം വെച്ചിട്ട് പുള്ളി എന്നെ അങ്ങനെ നിർബന്ധിക്കും, നീ എന്താ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാത്തത്? അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് നല്ലൊരു തിരക്കഥ കിട്ടുന്നില്ല, എന്നാ ഞാൻ എഴുതാം. കൂട്ടുകാരെന്ന് പറയുമ്പോ അങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടല്ലേ. അങ്ങനെ അദ്ദേഹം കഥ എഴുതി തരുന്നു. അതുവരെ ഞാൻ തുടർന്നു പോകുന്ന എന്റെ സഹസംവിധായകന ജോലി ഞാൻ തൽക്കാലം മാറ്റിവെച്ചു. അല്ല, ഒരുപാട് സമയം എടുത്തു അതിനു വേണ്ടി. കാരണം അദ്ദേഹം തിരക്കിനിടയിൽ നമുക്ക് സ്ക്രിപ്റ്റ് എഴുതി വാങ്ങണല്ലോ. അത് മാത്രമല്ല, അതിന്റെ നിർമ്മാതാക്കളിൽ ഒരാളും അദ്ദേഹം തന്നെയായിരുന്നു. അപ്പൊ വലിയൊരു സ്റ്റെപ്പ് തന്നെയായിരുന്നു. അപ്പൊ മമ്മൂക്കയായിട്ട് പോയി കഥയൊക്കെ പറഞ്ഞു, അങ്ങനെയാണോ അതിലേക്ക് എത്തുന്നത്? അല്ല, ഞങ്ങള് ശരിക്ക് ഒരു താരം അല്ലെങ്കിൽ ഒരു നടനെ മനസ്സിൽ കണ്ടിട്ടല്ല അദ്ദേഹം ആ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. കംപ്ലീറ്റ് സ്ക്രിപ്റ്റ് ആയതിനു ശേഷം യാദൃശികമായിട്ട് ശരിക്കും മമ്മൂക്ക ആ കഥ കേൾക്കാണ് ഉണ്ടായത്. അതായത് പുത്തൻ പണം എന്ന സിനിമയിൽ മമ്മൂക്കയുടെ കൂടെ ജോയ് മാത്യു അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് ഈ കഥ യാദൃശികമായിട്ട് കേൾക്കുകയും അങ്ങനെ അദ്ദേഹം കമ്മിറ്റ് ചെയ്യുകയും ചെയ്തു. ഇതിനെക്കുറിച്ച് ആ സമയത്ത് സംസാരിച്ചു. അല്ല, ഇങ്ങനെ ഒരു സബ്ജക്റ്റിനെ പറ്റി സംസാരിച്ചു. അപ്പം മമ്മൂക്ക അത് പെട്ടെന്ന് അത് ഉൾക്കൊള്ളാൻ പറ്റി. അതെ അതെ, അങ്ങനെയാണ് അത്. ഞങ്ങളൊരു കൊച്ചു സിനിമ എന്നുള്ള രീതിയിൽ ഞങ്ങൾ മുമ്പോട്ട് വന്ന് അതൊരു വലിയ സിനിമയിലേക്കും എൻ്റെ ഇത്ര വർഷത്തെ എനിക്ക് ഒരു മെഗാസ്റ്റാറിനെ വെച്ച് ഒരു സിനിമ ചെയ്യാൻ എൻ്റെ ഒരു എൻട്രി എന്ന് പറയുന്നതും അതെ, അതൊക്കെ ഒരു വലിയ സ്റ്റെപ്പ് തന്നെയാണ്. തീർച്ചയായിട്ടും. അല്ല, അത് തന്നെയാണ് നമ്മളൊരു അടുത്തൊരു വെല്ലുവിളിയും. കാരണം അങ്ങനെ ഒരു സിനിമ ചെയ്തിട്ട് നമ്മൾ ഇനി ഒരു സിനിമ ചെയ്യുമ്പോൾ അത്രമാത്രം അതിന്റെ അപ്പുറമായിട്ട് നമ്മൾ ചിന്തിച്ചു വേണം കാര്യങ്ങൾ ചെയ്യാൻ. കാരണം ഒരു സംവിധായകന്റെ രണ്ടാമത്തെ സിനിമയാണ് അയാളെ നിലനിർത്തുന്നത്. അപ്പം ആ ഒരു വെല്ലുവിളി കൂടി ഉണ്ട്. തീർച്ചയായിട്ടും അത് ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് അടുത്തൊരു സിനിമയിലേക്ക് കടക്കണം. പിന്നെ ഉറപ്പായിട്ടും അതെല്ലാം നന്നായിട്ട് തന്നെ വരട്ടെ മുന്നോട്ട്. ഇനിയും എന്താ പറയാ, നമ്മളിപ്പം എനിക്കറിയാം ഇത്രയും ഒരു ഗ്യാപ്പ് എടുത്തെങ്കിലും ചേട്ടന്റെ മനസ്സിൽ അതിൻ്റെതായ ഒരു കാര്യമുണ്ട് അല്ലെ. അപ്പൊ പുതിയ സിനിമയിലോട്ട് വരുമ്പോ അതിന്റെ ഒരു പ്രിപ്പറേഷൻ ആയാലും അതിനകത്തുള്ള കഥാപാത്രങ്ങളായാലും നിങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു സിനിമയിൽ എത്തിപ്പെടുന്നതിന് മുമ്പ് അതിനകത്ത് അത് എന്തൊക്കെയാണ് വേണ്ടത് നിങ്ങളുടെ മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കും. തീർച്ചയായിട്ടും. കാരണം ഒരു സംവിധായകൻ അയാള് ഉൾക്കൊള്ളുന്ന ഒരു സബ്ജക്ട് അത് അയാളെ മനസ്സിലായി കഴിഞ്ഞാൽ അതിന്റെ ഒരു വിഷ്വലൈസേഷൻ ആദ്യമേ അയാളെ മനസ്സിൽ ആദ്യം വേണമല്ലോ. എന്നിട്ടാണല്ലോ കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുന്നതും. അതിന്റെ ഒരു വിഷ്വൽസ് ആദ്യം അദ്ദേഹം കാണണം. എന്നിട്ടാണല്ലോ നമ്മൾ പ്രേക്ഷകർക്ക് അത് കാണിച്ചു കൊടുക്കുന്നത്. അതെ അതെ, കാരണം നമ്മളെല്ലാരും പോയി ഒരു സിനിമ കാണുമ്പോൾ തിയേറ്ററിൽ നമ്മളത് ആഘോഷമാക്കി കാണാറുണ്ട്. പക്ഷെ അതിന്റെ ബാക്ക് എൻഡിൽ വരുന്ന ഒരു കഠിനാധ്വാനം അല്ല, അത് ഭയങ്കരമാണ്. ഒരു ഡയറക്ടർ തൊട്ട് അല്ലെങ്കിൽ എല്ലാ ടെക്നീഷ്യൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. അപ്പൊ അതിലേക്ക് ഇപ്പം ചേട്ടൻ എന്നത്തെ ഈ ഒരു 2 months സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് ഇവിടെ വന്ന് വർക്ക്ഷോപ്പ് ചെയ്യുമ്പോഴും ഇവിടുത്തുള്ള കലാകാരന്മാരെ കുറിച്ച് എന്താ അഭിപ്രായം? ഇവിടുത്തെ ഉള്ളൊരു കലാകാരന്മാരെ പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര ടാലന്റഡ് ആളുകളാണ്. കാരണം കൂടുതലും ഞാൻ ഇവരെ മീറ്റ് ചെയ്തതിൽ ഈ അഭിനയിക്കാൻ താല്പര്യമുള്ള ആളുകളാണ്. കാരണം നമ്മുടെ നാട്ടിലാകുമ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടർ ആവണം, അല്ലെങ്കിൽ ഡയറക്ടർ ആവണം, ക്യാമറാമാൻ ആവണം എന്നൊക്കെ പറയും. അങ്ങനെയുള്ള ആളുകളുണ്ട്, തിരക്കഥ എഴുതണം. പക്ഷെ ഇവിടെ ഏറ്റവും കൂടുതൽ അഭിനയിക്കാൻ കഴിവുള്ള ഇവരിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയത്, ഇവർ കൊച്ചു കൊച്ചു ഹ്രസ്വ ചിത്രങ്ങൾ, ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നുണ്ട് നന്നായിട്ട്. അത് കാരണം അവർക്ക് അതൊരു പോളിഷ് ചെയ്യാനും, കാരണം ഒരു ഷോർട്ട് ഫിലിമിനെ നമുക്ക് വളരെ ഷോർട്ടായിട്ട് കാണിക്കാൻ പറ്റില്ല, അങ്ങനെ ചിന്തിക്കരുത്. അതൊരു വലിയ സംഭവം തന്നെയാണ്. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ പഠിക്കാൻ പറ്റും, സ്വയം വിലയിരുത്താൻ പറ്റും. അങ്ങനെ കാര്യങ്ങൾ അവർ സ്വയം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം കാരണം ഞാൻ കേട്ടിട്ടുണ്ട് വിജയ് സേതുപതിയൊക്കെ ഷോർട്ട് ഫിലിമിലൂടെയാണ് വന്നതെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്കുള്ള ഒരു ബുദ്ധിമുട്ട് ഇതാണ്. പ്രവാസികളായി പോയത് കൊണ്ട് ഇവിടുന്ന് ലീവ് എടുത്തിട്ട്, കാരണം മലയാള സിനിമ കൂടുതലും നമ്മളെ കേരളത്തിലാണല്ലോ നടക്കുന്നത്, അതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാലും പലരും അത് എങ്ങനെയെങ്കിലും ചാടിപ്പോയിട്ട് സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളൊരു ത്വരയുള്ള ആളുകൾ തന്നെയാണ്. ഓക്കെ, അടിപൊളി. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. ഇപ്പൊ വർക്ക്ഷോപ്പ് ചെയ്തു എന്ന് പറഞ്ഞില്ല, അപ്പൊ അതിന് നമ്മുടെ അഖിലേഷ് ചന്ദ്രനും ഉണ്ടായിരുന്നു. അപ്പം ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി അല്ലെ. അപ്പൊ അനാമിക എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം. അതെ, അത് അവര് അതിന്റെ ബാനറായിരുന്നു സ്വാതി ക്രിയേഷൻസ്, അവരാണ് അത് പ്രൊഡ്യൂസ് ചെയ്തത്. ആ ഒരു ബാനറാണ് ഞങ്ങൾ അവിടെ എത്തിച്ചത്. കാരണം അവര് ഏകദേശം ആ ഒരു പ്രസ്ഥാനം സ്വാതി ക്രിയേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു 1 year ആയിട്ടില്ല. അപ്പോൾ അവര് ആ ഷോർട്ട് ഫിലിം ചെയ്തു. അതിന് നിരവധി അവാർഡുകളും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ഷാർജ, ദുബായിൽ നിന്നൊക്കെ ഒരുപാട് അവാർഡുകളൊക്കെ ഉണ്ടായിരുന്നു. അതിന് DOPക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം എന്നോടൊപ്പം വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും. പിന്നെ അതിലെ സാന്ദ്ര ഹീറോയിനെ ചെയ്ത് അവൾക്കും
ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് ഉണ്ടായിട്ടുണ്ട്. ഓ നൈസ്. അപ്പൊ എന്തായാലും നിങ്ങൾ വന്നത് വെറുതെ ആയില്ല എന്ന് തന്നെ ഞാൻ പറയാം. കാരണം മുന്നോട്ട് ഇനി അതെ, കാരണം ഇനി വരുന്ന ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നതും അതിലേക്ക് നമ്മുടെ ഡയറക്ടർ എത്തുന്നു എന്ന് പറയുമ്പോൾ ചേട്ടൻ ആ ഒരു തോട്ട് എന്ന് പറയുന്നത് തന്നെ ഇറ്റ്സ് നോട്ട് നമ്മൾ ചെറിയ കാര്യമല്ല. നമുക്ക് അതിൽ വർക്ക് ചെയ്ത് അപ്പൊ എത്ര ദിവസത്തെ ഷൂട്ടൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നതും? അല്ല, അതിന്റെ ഒരു കറക്റ്റ് ഒരു ചാർട്ടിംഗ് പ്ലാനിങ്ങിലോട് എത്തിയിട്ടില്ല. എന്നാലും ഏകദേശം ഒരു 40 days ഷൂട്ടിങ്ങുള്ള ഒരു സിനിമ ആണത്. അത് പിന്നെ സൂപ്പർ സ്റ്റാറുകൾ ഉള്ളൊരു സിനിമയല്ല, കൊച്ചു കൊച്ചു ആർട്ടിസ്റ്റുകളൊക്കെ ഉള്ളൊരു സിനിമ. ഓക്കെ. അപ്പം ഈ അങ്കിൾ എന്ന് പറഞ്ഞ മൂവിയിൽ നമ്മുടെ ഒരു ഇത്ര ഏജ് ആയിട്ടുള്ള ഒരാള്, അപ്പം അത്ര ഗ്യാപ്പിൽ വരുമ്പോൾ കുറെ അങ്ങനത്തെ ഒരു ഡിഫിക്കൽട്ടിയിൽ സംസാരിച്ച ഒരു മൂവിയാണ്. അപ്പൊ അതിന്റെ എങ്ങനെയാണ് അതിന്റെ റിയാക്ഷൻ ആ മൂവി വന്നതിന് ശേഷം? മൂവി വന്നതിന് ശേഷം ഒരുപാട് പിന്നെ നല്ല അഭിപ്രായങ്ങളാണ് കൂടുതലും വന്നിരിക്കുന്നത്. പിന്നെ ചില ആളുകൾ, 1-2 ആളുകൾ പറഞ്ഞിരുന്നു അത് മമ്മൂട്ടി ആ വേഷം ചെയ്തത് നന്നായില്ല, മറ്റേ വേഷമായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് എന്നൊക്കെ പറഞ്ഞു. ആദ്യമായിട്ട് ഈ കഥ കേട്ടപ്പോൾ മമ്മൂക്കയും ആ വേഷമാണ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഞങ്ങൾക്കും ചെറിയൊരു ഭയം ഉണ്ടായിരുന്നു. കാരണം മമ്മൂക്കയുടെ കൂടെ ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ അദ്ദേഹം മലയാളികളുടെ ഒരു മോറൽ അംബാസഡറാണ്. ഒരു പെൺകുട്ടി മമ്മൂക്കയുടെ കൂടെ പോവുക, അല്ലെങ്കിൽ മമ്മൂക്ക ചെയ്യുന്ന ഒരു കഥാപാത്രത്തിനോടൊപ്പം പോകുക എന്ന് പറഞ്ഞാൽ ആ കുട്ടി വളരെ സേഫ് ആയിരിക്കും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതെ. അപ്പം അതിന് അദ്ദേഹം തന്നെ ഒരു മറുപടി പറഞ്ഞു, അതിനാണല്ലോ സംവിധായകൻ. അപ്പൊ അത് അദ്ദേഹത്തിന്റെ ഒരു വലിയൊരു ഞങ്ങളെ തിരിച്ച് ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ച ഒരു ഘടകമായിരുന്നു. അങ്ങനെയാണ് അതിൽ വരുന്നത്. ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ കിട്ടി. ആ വർഷത്തെ കഥയ്ക്കുള്ള സ്റ്റേറ്റ് അവാർഡ് അങ്കിൾ സിനിമയ്ക്കായിരുന്നു, ജോയ് മാത്യുവിന്. കാർത്തികയുടെ ഫസ്റ്റ് പടവും കൂടിയല്ല? അല്ല, കാർത്തിക പിന്നെ മമ്മൂക്കയുടെ മകന്റെ നായികയായിട്ട് അത് കഴിഞ്ഞിട്ടാണ്. ശരി, സിഐയിൽ ഞാൻ നോട്ട് ചെയ്തൊരു കുട്ടിയാണ്. കാരണം അതിനകത്ത് നമ്മള് തിരിച്ച് അമേരിക്കയിലോട്ട് പോയിട്ട് ഞാൻ വരില്ല എന്ന് കരുതി എന്ന് പറഞ്ഞല്ലേ, എനിക്ക് മനസ്സിലായി. ആ കുട്ടി നല്ല അഭിനയിക്കുന്ന ഒരു, നന്നായിട്ട് നല്ല പെർഫോം ചെയ്തിരുന്നു. മുഖത്തൊക്കെ നല്ല എക്സ്പ്രഷൻസ് വരുന്ന ഒരു കുട്ടിയാണ്. അവൾക്ക് കറക്റ്റ് ആയിട്ട് ബോംബെയിലാണ് ജനിച്ചു വളർന്നൊക്കെ. അവൾക്ക് ശരിക്കും മലയാളം കറക്റ്റ് അറിയില്ലെങ്കിലും അവള് തന്നെയാണ് സിനിമയിലെ ഡബ് ചെയ്തിരിക്കുന്നത്. അതെ അതെ, കുറെ സമയം എടുത്ത് അവൾ തന്നെ ഡബ് ചെയ്തു. പിന്നെ ഇതൊക്കെ ഒരു ആഗ്രഹം കൂടിയാണ്. ഇപ്പൊ എന്റെ സൗണ്ട് തന്നെ അല്ലെങ്കിൽ എനിക്ക് അത് ചെയ്യണം എന്നുള്ള ആഗ്രഹം കൂടി വരുന്നത്, അത് നമുക്ക് എപ്പോഴും ചിന്തിക്കും, ഓക്കെ ഇപ്പൊ ഞാൻ അഭിനയിക്കാം, പക്ഷെ എന്റെ സൗണ്ടോട് കൂടി വരുമ്പോൾ അത് എങ്ങനെ ഉണ്ടാവും അല്ലേ? അതെ, അത് എല്ലാവർക്കും. ഇപ്പം ഞങ്ങളെ കോഴിക്കോട്ടുള്ള ഒരു കലാകാരനായിരുന്നു അന്തരിച്ചു പോയ ശശി കലിംഗ. അദ്ദേഹത്തിന് ആദ്യത്തെ സിനിമ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, പാലേരി മാണിക്യം. ആ സിനിമയിൽ അദ്ദേഹത്തിന് ഡബ് ചെയ്യാൻ സാധിച്ചില്ല. കാരണം അദ്ദേഹത്തിന് അന്ന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് അദ്ദേഹം മരണപ്പെട്ടിട്ട് നമ്മൾ അദ്ദേഹത്തിന്റെ ശബ്ദത്തിലൂടെയാണ് അദ്ദേഹത്തെ തിരിച്ചറിയുന്നത്. അപ്പൊ അതൊക്കെ ഒരു നിമിത്തമാണത്. അതെ, ഉറപ്പായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ രഞ്ജിത്തേട്ടൻ, ഡയറക്ടർ രഞ്ജിത്തേട്ടുമായിട്ടുള്ള ബന്ധവും കൂടി ഒന്ന് എങ്ങനെയാണ് ആ ഒരു റിലേഷൻ? രഞ്ജിയേട്ടനായിട്ട് നേരത്തെ അറിയാം. പക്ഷെ ഞാൻ അദ്ദേഹത്തോടൊപ്പം സിനിമയിൽ വർക്ക് ചെയ്യുന്നത് പാലേരി മാണിക്യം എന്ന് പറഞ്ഞ സിനിമയിലാണ്. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഒട്ടുമിക്ക എല്ലാ സിനിമകളിലും ഞാൻ ഉണ്ടാവാറുണ്ട്. അതെ അതെ, പാലേരി മാണിക്യം, ഇന്ത്യൻ റുപ്പി. എന്റെ അമ്മ, ശരിക്കും പടങ്ങളൊക്കെ നമുക്ക് എപ്പോഴും വീണ്ടും വീണ്ടും നമ്മൾ കാണുന്ന ഒരു അതിലൊക്കെ വർക്ക് ചെയ്യാനുള്ള ഒരുപാട് ഭാഗ്യം ഉണ്ടായിരുന്നു. അപ്പം ബേസ് എന്ന് പറയുന്നത് ഒരു സ്മോൾ കാര്യമല്ല ചേട്ടന്റെ കാര്യത്തിൽ അല്ലേ? കാരണം അതിലേക്ക് നമ്മൾ എങ്ങനെയാണ് ഈ സിനിമയിലോട്ട് ആഗ്രഹം വന്നത്? എനിക്കറിയാം 25 വർഷമായി, പക്ഷെ എന്താണ് സിനിമയിലേക്ക് എത്തിപ്പെട്ട ഒരു കാരണം എന്താണ്? അത് ഒരുപാട് ഇന്റർവ്യൂല് പറഞ്ഞാണ്. അത് പറയുകയാണെങ്കിൽ ഒരു നോവല് പറയാനുണ്ട്. പക്ഷെ ചുരുക്കി പറഞ്ഞാൽ, എനിക്ക് യാതൊരു കലാപാരമ്പര്യമുള്ളൊരു ഫാമിലിയിലല്ല ഞാൻ ജനിച്ചത്. ഞാൻ ശരിക്കും കോഴിക്കോട്ടെ ഒരു നാട്ടിൻപുറത്തുള്ള ഒരു സാധാ പോലീസുകാരൻ്റെ മകനായിട്ട് ജനിച്ചു. സാധാ അച്ഛൻ മരണപ്പെട്ടു പോയി. അങ്ങനെ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ നടന്നിട്ടാണ് സ്കൂളിലേക്ക് പോകുന്നത്. കാലത്ത് അവിടെ ഒരു ഷൂട്ടിംഗ് നടക്കുന്നുണ്ടായിരുന്നു ആ വീട്ടിൽ തൊട്ടടുത്ത്. അത് കാണാൻ സമ്മതിച്ചില്ല. അവിടുന്ന് എന്നും വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോൾ ഷൂട്ടിംഗ് കാണാൻ പോകും. അവിടുന്ന് ഇറക്കി വിട്ടു. അന്ന് മനസ്സിൽ വിചാരിച്ചു, ഇതെങ്ങനെയാണ് ഈ സിനിമ ഉണ്ടാക്കുന്നത്, എന്നാൽ പിന്നെ ഇതൊന്നും അറിയണമല്ലോ. പിന്നീട് ഹൈസ്കൂൾ കഴിഞ്ഞു, പ്രീ ഡിഗ്രി കാലത്തിന് വേണ്ടി കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിലായിരുന്നു പഠിച്ച്. അവിടെ ചെന്ന് അറ്റൻഡ് ചെയ്തപ്പം അതാ തൊട്ടടുത്ത് വീണ്ടും ഷൂട്ടിംഗ്. അപ്പൊ വീണ്ടും അത് കാണാൻ പോകും. അതായിരുന്നു കമൽ സാർ ഡയറക്ട് ചെയ്ത എന്നോട് ഇഷ്ടം കൂടാമോ എന്ന് വിളിച്ചത്. അതിൽ ദിലീപൊക്കെ അസിസ്റ്റന്റ് ഡയറക്ടറൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ദിലീപ് വലിയ നടനൊന്നും ആയിട്ടില്ല. അതൊക്കെ ഇങ്ങനെ നോക്കി കാണും. പിന്നെ നിരന്തരം സിനിമകൾ കാണാൻ തുടങ്ങി. പിന്നെ സിനിമയിലേക്ക് എത്താൻ വേണ്ടി ആരൊക്കെ നമ്മൾ മീറ്റ് ചെയ്യണം, ആരൊക്കെ എങ്ങനെ എത്തിപ്പെടാമെന്നുള്ള ചിന്ത, അങ്ങനെ പലരെയും ബന്ധപ്പെട്ടതിന് ശേഷം ഈ ഭരത് ഗോപി സാറ് ഡയറക്ട് ചെയ്തൊരു സീരിയൽ ഉണ്ടായിരുന്നു കോഴിക്കോട് വെച്ചിട്ട്.
അത് റിലീസ് ആയിട്ടില്ല. UA ഖാദറിന്റെ ഒരു നോവലിനെ ആസ്പദമാക്കിയിട്ട് അതിൽ സംവിധാന സഹായിയായിട്ട് ഇത് പഠിക്കാൻ വേണ്ടി അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് വരുന്നത്. ഓക്കെ, അതെങ്ങനെ ഉണ്ടായിരുന്നു ആ ഫീൽ? ഇപ്പൊ സിനിമ വേണം എന്ന് പറഞ്ഞ് എത്തിയിട്ട് അതിലേക്ക് എത്തിപ്പെടുമ്പോ എന്തായിരുന്നു ആ ഒരു അല്ല, അത് സിനിമയുടെ ഒരു ഭ്രമത്തിന് വേണ്ടിയാണല്ലോ നമ്മൾ അതിലോട്ട് എത്തുന്നത്. പക്ഷെ അവിടെ എത്തിയ സമയത്ത് എന്തൊക്കെയാണ് അന്നാണ് ഇതിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്നത്. കാരണം ഒരു സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 100-ലധികം ആളുകൾ ജോലിക്കാരുണ്ട്, ദിവസം ജോലി ചെയ്യുന്നുണ്ട് വിവിധ മേഖലകളിൽ. അപ്പൊ ഇതൊക്കെ അവിടെ എത്തുമ്പോഴാണ് അറിയുന്നത്. അല്ലാതെ നമ്മൾ ഈ പുറത്തുനിന്ന് അതുവരെ ഞാനും ഒരു സിനിമ എന്ന് പറയുന്ന ഒരു ഫാന്റസി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതെ, നമ്മളിപ്പോ കാണുമ്പോൾ ഞാൻ പുറത്തുനിന്ന് ഒരു വ്യക്തി കാണുമ്പോഴും ഓക്കെ ഇതിന്റെയൊക്കെ ഇപ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് ഇതിന്റെ മേക്കിംഗ് ഒക്കെ കാണുമ്പോഴും, അല്ലെങ്കിൽ എത്രമാത്രം അതിൽ ഡിഫിക്കൽട്ട് ഉണ്ട്, രാത്രിയിലൊക്കെ ഷൂട്ട് ചെയ്യാൻ ചില ദിവസങ്ങളിൽ ഉറക്കം കാണാതെ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട് നമുക്ക് ഈ സിനിമയിൽ. അപ്പൊ അതൊക്കെ കടന്നിട്ടാണ് ഒരു സിനിമ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. അതെ അതെ, ഇന്നിപ്പോ നമുക്ക് എല്ലാ കാര്യങ്ങളും മേക്കിംഗ് വീഡിയോസ് ഒക്കെ അടിച്ചാൽ യൂട്യൂബിലൊക്കെ കിട്ടും. അന്ന് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അതെ, ഇപ്പൊ തന്നെ നമ്മൾ ടർബോയുടെ ഒക്കെ മേക്കിംഗ് വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഭയങ്കര ഒരു ഡിഫറൻസിലേക്ക് പോകുന്നത്. ഇപ്പൊ തന്നെ നമ്മൾ ഈ ഒരു വർഷം ഇറങ്ങി എനിക്കൊന്ന് മിക്ക പടങ്ങളും സൂപ്പർ ഹിറ്റ് ആണ് അല്ലെ. ഇപ്പൊ ആവേശമാണെങ്കിലും പ്രേമലു ആണെങ്കിലും കുറെ യങ്സ്റ്റേഴ്സ് നമുക്കിപ്പോ കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പം അന്ന് അങ്കിൾ ചെയ്ത ഒരു മൂവിയുടെ ഒരു ട്രെൻഡും ഇപ്പൊ പുതിയതായിട്ട് എടുക്കുമ്പോൾ എന്തെങ്കിലും ചലഞ്ചസ് ചേട്ടന് മുന്നിലുണ്ടോ? കാരണം പ്രേക്ഷകർ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു. അതെ, ആസ്വാദനം. മലയാള സിനിമയ്ക്ക് ഇപ്പൊ നല്ല കാലം എന്ന് പറയാം. കാരണം മുമ്പത്തെ പോലെയല്ല, ഒരുപാട് ടെക്നോളജികൾ വന്നു, അതിനനുസരിച്ചിട്ടുള്ള പുതിയ പുതിയ ആളുകൾ വരുന്നു. ഞാനൊക്കെ കുറെ സംവിധായകരുടെ കൂടെ നിന്ന് ഇങ്ങനെ വന്നു. ഇന്നിപ്പോ ഒരു സിനിമയിൽ പോലും അസിസ്റ്റന്റ് പോലും ആവാത്ത ഒരാൾക്ക് സിനിമ ചെയ്യാം. കാരണം അയാളുടെ മനസ്സിൽ ഒരു അങ്ങനെ ഒരു വിഷ്വൽ ഉണ്ട്, അയാൾക്കൊരു അതിനൊരു പ്രാപ്തി ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനുള്ള എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ മുമ്പത്തെ പോലെയല്ല. അപ്പൊ അങ്ങനെ മനോഹരമായ സിനിമകൾ വരുന്നുണ്ട്. ഒരുപാട് എക്സ്പീരിയൻസിന്റെ ആവശ്യമില്ല ശരിക്കും. പക്ഷേ എക്സ്പീരിയൻസ് എടുക്കും തോറും നമ്മളിപ്പോ പല പല സംവിധായകരുടെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴും നമുക്ക് അതിൻ്റെതായ ഒരു, കാരണം ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും ചെയ്യുന്നത്. അപ്പൊ അതിന്റെയൊക്കെ ഒരു പാഠം ചേട്ടൻ എന്തായാലും കിട്ടിയിട്ടുണ്ട്. കാരണം ഓരോ സിനിമ നമ്മൾ എടുക്കും തോറും ചേട്ടൻ എക്സ്പീരിയൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ചേട്ടൻ ഇത്രയും 25 വർഷമായിട്ട് ഈ മൂവി ഇൻഡസ്ട്രിയിൽ എന്ന് പറയുന്നത്, അത് നമുക്ക് ഇത്രയും, അതും 25 വർഷത്തിൽ ഇപ്പൊ 25 വർഷം ആയപ്പോഴേക്കും അദ്ദേഹം അടുത്ത പടം എടുക്കാൻ പോകുന്നു. അപ്പൊ അതൊരു വലിയൊരു അനുഗ്രഹം തന്നെയാണ്. ബിഗ് കൺഗ്രാറ്റ്സ് ചേട്ടാ. അപ്പൊ എന്തായാലും മുന്നോട്ടുള്ള ഓരോ പ്രോജക്റ്റിന് ഇപ്പൊ തന്നെ ഈ ഒരു പ്രോജക്റ്റ് എടുക്കുമ്പോൾ തന്നെ അതിന്റെ ഇപ്പൊ ഇനി പ്ലാനിങ് ചെയ്യുമ്പോഴേ അറിയത്തുള്ളൂ എന്തൊക്കെയാണ് കാര്യങ്ങളെല്ലാം. അപ്പൊ എന്തായാലും നമ്മുടെ പ്രവാസികൾക്ക് ഒരുപാട് പേർക്ക് അവസരം കിട്ടട്ടെ അല്ലേ? തീർച്ചയായിട്ടും. കാരണം അവര് ഈ പ്രവാസ ജീവിതത്തിനിടയിൽ ഒരു സിനിമയിൽ ഒരു വേഷം ചെയ്യാന്ന് പറയുന്നത് അവർക്ക് വലിയൊരു കാര്യമാണ്. പിന്നെ നമുക്ക് നമ്മുടെയൊക്കെ മുഖം ഇങ്ങനെ സ്ക്രീനിൽ വരുമെന്ന് പറയുമ്പോ നമുക്ക് ഒരു സന്തോഷമാണ്. ഞാനൊക്കെ ഫസ്റ്റ് ആങ്കറിങ് ചെയ്യുമ്പോഴേക്കും അയ്യോ എന്നെ പോയി ടിവിയിൽ കാണാൻ നമുക്കൊരു ആഗ്രഹമില്ല. അപ്പൊ അതുപോലെയാണ് ഈ സിനിമ എന്ന് പറയുമ്പോഴും നമുക്ക് ഓക്കെ കുറെ ആൾക്കാരാണെങ്കിൽ ബാക്കിലൊക്കെ നിൽക്കുമായിരിക്കും. പക്ഷെ ഒരു സിനിമയിൽ നല്ലൊരു ചാൻസ് കിട്ടുമ്പോ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം തന്നെയാണ്. അപ്പൊ ചേട്ടൻ ഈ വർക്ക്ഷോപ്പ് ചെയ്യുന്നു എന്ന് പറയുമ്പോഴും എനിക്ക് ആ സന്തോഷം വന്നൊരു കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് പേർക്കുണ്ട് അങ്ങനെ ആഗ്രഹമുള്ള ആൾക്കാർ. അപ്പം അതാ ഞാൻ പറഞ്ഞത്, ഇപ്പൊ ചില ആൾക്കാർക്ക് വരാൻ പറ്റത്തില്ല, എനിക്കൊന്നും ചില ആൾക്കാർ അതിനുവേണ്ടി മെനക്കെട്ട് വരും അല്ലേ? സിനിമയില് ഒരുപാട് പേര് പിന്നെ എഫേർട്ട് എടുത്തിട്ടാണ് വരുന്നത്. കാരണം ജോജു ജോർജ് ഒക്കെ ഒത്തിരി നാളായി ചെറിയ വേഷങ്ങൾക്ക് വേണ്ടി ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് സിനിമയില്. അതെ, ചെറിയ വേഷങ്ങളൊക്കെ കാണാം. അദ്ദേഹത്തിന്റെ ആ എഫേർട്ട് ഈ കാലം ആയപ്പോഴാണ് തെളിഞ്ഞു. വെരി ടാലന്റഡ് അല്ലോ, ഒന്ന് ആലോചിച്ചൊക്കെ ആ ഒരു കഴിവും അദ്ദേഹം കുറച്ച് അത് ഒരു മെച്യൂരിറ്റിയിലേക്ക് വന്നപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ഒരു ടാലന്റ് ജോസഫ് എന്ന് പറഞ്ഞ മൂവിയിലൊക്കെ അമേസിംഗ് അല്ലേ? നമുക്ക് ഡയറക്ടർ കൂടെയായിരുന്നു ഞാൻ കുറെ കാലം വർക്ക് ചെയ്തോണ്ടിരുന്നത്, പത്മകുമാറിന്റെ. ഏകദേശം 10ഓളം സിനിമകൾ അദ്ദേഹത്തിന്റെ അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നു. അപ്പൊ നിങ്ങളെല്ലാരും നമ്മുടെ ഗിരീഷ് ദാമോദർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അങ്കിൾ മൂവി ഡയറക്ട് ചെയ്തതാണ്. അതുപോലെ തന്നെ 25 വർഷമായിട്ട് നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ടും, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഡയറക്ഷനിലെ മൂവിയായിരുന്നു അങ്കിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മമ്മൂക്കയുടെ. അതുപോലെ തന്നെ നമ്മുടെ സ്ക്രിപ്റ്റ് ചെയ്തത് നമ്മുടെ ജോയ് മാത്യു ചേട്ടനാണ്. അപ്പം ഇതെല്ലാം കൂടി ചേർന്ന് അദ്ദേഹത്തിന് നല്ലൊരു മൂവി നമുക്ക് എല്ലാവർക്കും സമ്മാനിച്ച ഒരു ഡയറക്ടർ കൂടിയാണ് നമ്മുടെ ഗിരീഷ് ദാമോദർ ചേട്ടൻ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പുതിയൊരു പ്രോജക്റ്റ് ഈ വർഷം തന്നെ സാധിക്കാൻ പോവുകയാണ്. അത് 25 വർഷം അദ്ദേഹം ഈ ഒരു മൂവി ഇൻഡസ്ട്രിയിൽ കംപ്ലീറ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ തന്നെയാണ് അങ്ങനെ ഒരു സന്തോഷം കൂടി വരുന്നതെന്ന് പറയുമ്പോൾ എനിക്ക് ഡബിൾ സന്തോഷം ഉണ്ട് ആ കാര്യത്തിൽ. അത് മാത്രമല്ല നമ്മുടെ ഈ മൂവി ചേട്ടന് ആരൊക്കെയാണ് മെയിൻ ആൾക്കാരെ വെച്ചാണോ കാസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അതൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ?
ഏകദേശം എല്ലാം മനസ്സിലുണ്ട്. പക്ഷെ എനിക്ക് ഇപ്പൊ അത് പറയാൻ നിർവാഹമില്ല. കാരണം അതിനൊക്കെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റും കാര്യങ്ങളൊക്കെ വേണ്ടതുണ്ട്. അതിന്റെ പ്രൊഡക്ഷൻ ടീമും കാര്യങ്ങളൊക്കെ മൂവിയുടെ പേരിട്ടിട്ടില്ല. സ്ക്രിപ്റ്റ് എല്ലാം എഴുതി കഴിഞ്ഞ് ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ശരി. അപ്പൊ എന്തായാലും ഈ വർഷം തന്നെ ആഗ്രഹിച്ച പോലെ തന്നെ എല്ലാം നന്നായിട്ട് തന്നെ വരട്ടെ ചേട്ടന്റെ കാര്യങ്ങളെല്ലാം. അതുപോലെ തന്നെ ഇപ്പം ഇനി ഇതുപോലെ ഇവിടെ വന്ന് കുറെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനായിട്ടല്ലേ വന്നേക്കുന്നത്. അപ്പൊ ഇനി എത്ര ദിവസം കൂടി ഉണ്ട് ഇവിടെ? ഏകദേശം ഒരു 10-12 ദിവസം കൂടെ ഉണ്ട്. ഓക്കെ. അപ്പം ആ 10-12 ദിവസത്തിൽ ഇനി വേറെ എന്തെങ്കിലും വർക്ക്ഷോപ്സ് പ്ലാൻ ചെയ്യുന്നുണ്ടോ? അതോ വർക്ക്ഷോപ്പ് പ്ലാൻ 1-2 വർക്ക്ഷോപ്പുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ അല്ലാതെ 1-2 പേഴ്സണൽ മീറ്റിംഗ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ എല്ലാം അപ്പൊ സക്സസ് ആയിട്ട് തന്നെ വരട്ടെ. അതുപോലെ തന്നെ ഈ വർക്ക്ഷോപ്പ് കേരളത്തിൽ ചെയ്യാറുണ്ടോ? കേരളത്തില് ഈ സിനിമ തുടങ്ങുന്നതോടനുബന്ധിച്ചിട്ട് ഇനി ചെയ്യും. എന്റെ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്ന അതെ. അപ്പം പുതുമുഖങ്ങളെ ഒരുപാട് പേരെ കുറച്ച് ആളുകൾ വേണം അതിനകത്ത്. ഓക്കെ. അപ്പൊ ആ സ്ക്രിപ്റ്റും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. എനിക്ക് വയ്യ. അപ്പൊ എന്തായാലും നമ്മുടെയൊക്കെ മുഖങ്ങളൊക്കെ ഇങ്ങനെ ചേട്ടന്റെ മനസ്സിലുണ്ടാവട്ടെ എന്ന്. ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ നാട്ടിലോട്ട് പോകുമ്പോഴും ഇനി ആ മൂവിയായിട്ട് മുന്നോട്ട് പോവാണോ അതോ വേറെ ഏതെങ്കിലും പ്രോജക്റ്റിൽ ഇപ്പം കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? അല്ല, 1-2 കാര്യങ്ങൾ സംസാരിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാനൊക്കെ തുടക്കക്കാരൻ ഒരു സിനിമ കഴിഞ്ഞിട്ട് അടുത്തലേക്ക് കടക്കുന്നതാണല്ലോ നല്ലത്. അപ്പൊ അതുകൊണ്ട് എന്തായാലും ഇതിന്റെ പുറകെ തന്നെയാണ്. വേറെ സബ്ജക്റ്റുകൾ 1-2 നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത് കഴിഞ്ഞതിന് ശേഷമേ ബാക്കി ഇനി അടുത്ത പരിപാടിയിലേക്ക്. അത് മാത്രമല്ല ഇനി മെയിൻ ആയിട്ട് ഞാൻ പറയാനുള്ളത്, ഇനി ഈ ഒരു മൂവി എല്ലാം കഴിഞ്ഞിട്ട് അതിന്റെ റിലീസിനായിട്ട് ഞങ്ങളുടെ ചാനലിലോട്ട് വരണം. തീർച്ചയായിട്ടും ഞാൻ തന്നെ ഇന്റർവ്യൂ എടുക്കാം. തീർച്ചയായിട്ടും സന്തോഷം. കാരണം ആർട്ടിസ്റ്റിനെ എല്ലാരെയും കൊണ്ട് നമ്മുടെ ഡയറക്ടർ സാറ് തന്നെ ഇങ്ങോട്ട് വന്ന് നമ്മുടെ കൂടെ, നമ്മുടെ UBL പ്രേക്ഷകരുടെ കൂടെ, നമ്മുടെ പ്രവാസികളുടെ കൂടെ അദ്ദേഹം ആ ഒരു മൂവിയുടെ കാസ്റ്റുമായിട്ട് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഞാനും ആഗ്രഹിക്കുന്നു. അതെ, അതുപോലെ തന്നെ നടക്കട്ടെ. കാരണം എനിക്ക് സിനിമ ഒരുപാട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അതില് ഇങ്ങനെ ഡയറക്ഷനും കൂടെ ആവെന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് ഒരുപാട് ഇൻ ഡെപ്ത് പോകേണ്ട പല കാര്യങ്ങളുണ്ട്. അപ്പൊ അതിലെല്ലാം ചേട്ടന് എല്ലാം ചെയ്യാൻ കഴിയട്ടെ. അതുപോലെ തന്നെ ഈ അങ്കിൾ മൂവിയെ കുറിച്ച് നമുക്ക് ഒന്നും കൂടി, അങ്കിൾ മൂവിയുടെ ക്ലൈമാക്സിനെ കുറിച്ച് നമ്മൾ അങ്ങനെ സംസാരിച്ചപ്പോൾ എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി അവിടെ വന്നിരുന്നു? നമ്മുടെ വിജയേട്ടൻ മുത്തുമണി അങ്ങനെ പറഞ്ഞപ്പോ അങ്ങനെ അതെന്തെങ്കിലും അങ്ങനെ കോൺട്രവേഴ്സി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു? അങ്ങനെ ഓൺലൈനിലൊക്കെ കുറച്ചൊക്കെ കണ്ടായിരുന്നു. അത് പിന്നെ ഓൺലൈനിൽ എപ്പോഴും ഉണ്ടാവുമല്ലോ അല്ലേ? പക്ഷെ എങ്ങനെ ഹാൻഡിൽ ചെയ്തു ചേട്ടൻ അത്? അല്ല, അങ്ങനെ വലിയൊരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഒരു കപട സദാചാരത്തിനെതിരായിട്ടുള്ള ഒരു ഇല്ല, അതില് നല്ല കാര്യമാണല്ലോ പറഞ്ഞിരിക്കുന്നത്. കാരണം ഇതില് കഥാപാത്രത്തിന്റെ പേര് വിജയൻ എന്നായിരുന്നു. ഞാൻ വിജയേട്ടനെ വിളിക്കുന്നു പറഞ്ഞു. അപ്പൊ ചില ആളുകൾ വിചാരിച്ചു അത് നമ്മളെ മുഖ്യമന്ത്രിയാണെന്ന്. പക്ഷെ അങ്ങനെയാണെങ്കിലും നമുക്ക് സന്തോഷമുള്ളൂ. കാരണം ഒരു മുഖ്യമന്ത്രിയെ ഒരു സ്ത്രീക്ക് നേരിട്ട് വിളിക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ കാര്യമൊന്നുമല്ല. പക്ഷേ ആ സിനിമ കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോ ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു. കുറച്ച് പെൺകുട്ടികൾ നേരിട്ട് മുഖ്യമന്ത്രിയെ വിളിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് ന്യൂസൊക്കെ കണ്ടിട്ടുണ്ടാവും. അദ്ദേഹം ഫോൺ എടുക്കുകയും അതിന്റെ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തിരുന്നു. അത് ഈ സിനിമ കൊണ്ടല്ല, നല്ലൊരു കാര്യമാണ് അതിൽ നമ്മുടെ മൂവി കാണിച്ചു. അതെ 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 അതെ. അത് പിന്നെ വല്ലാത്തൊരു കോൺട്രവേഴ്സിയിലേക്ക് പോകേണ്ട ആവശ്യമൊന്നും അതിന്റെ ആവശ്യമില്ല. കാരണം നമ്മൾ ഉദ്ദേശിച്ചത് ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിൽ. പക്ഷെ അത് കാരണം മറ്റുള്ളവർക്ക് അത് ഉപകാരപ്പെട്ടു എന്ന് പറയുമ്പോൾ നമുക്ക് അതിലേറെ സന്തോഷം. അത് അമേസിങ്. എന്തായാലും അങ്കിൾ മൂവി തന്നെ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ മമ്മൂക്കയായിട്ട് ചെയ്യാനുള്ള ഒരു ഭാഗ്യം തന്നെ അദ്ദേഹത്തിന് ലഭിച്ചതാണ്. അപ്പൊ അതിനുശേഷം അദ്ദേഹം വലിയൊരു പ്രോജക്റ്റുമായിട്ട് അദ്ദേഹത്തിന്റെ മനസ്സിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതിനുള്ള എല്ലാ സക്സസും ദൈവം തരട്ടെ. വേറെ എന്തെങ്കിലും മൂവിയെ കുറിച്ച് പറയാനോ എന്തെങ്കിലും ഉണ്ടോ? ഞങ്ങളുടെ പ്രേക്ഷകരോട് എന്താ മെയിൻ ആയിട്ട് പറയാനോ? അല്ല, പ്രേക്ഷകരോട് പറയാനുള്ളത് സിനിമകൾ കാണുന്ന പ്രേക്ഷകരാണല്ലോ സിനിമയെ വിജയിപ്പിക്കുന്നത്. വിജയിപ്പിക്കുകയും തകർക്കുകയും ചെയ്യുന്ന അവർക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പം ഞങ്ങളെ പോലുള്ള ആളുകൾ മാക്സിമം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സിനിമ എടുക്കുന്നത്. കാരണം അല്ലാതെ ഞങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രമല്ല. അപ്പൊ അതിൽ ചില പാളിച്ചകൾ വരുമ്പോഴാണ് ചില സിനിമകൾക്ക് നമ്മൾ പരാജയം വരുന്നത്. അപ്പൊ എന്തായാലും പ്രേക്ഷകരോടാണ് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത്. അവര് തീർച്ചയായിട്ടും എന്റെ സിനിമകൾ മാത്രമല്ല എല്ലാവരെയും മലയാള സിനിമകൾ കൂടുതൽ കാണട്ടെ എന്ന് ഞാൻ പറയുന്നു. അതുപോലെ നിങ്ങൾ ആരും നമ്മുടെ ഡയറക്ടർ സാറിന്റെ പേര് മറക്കരുത്. ഗിരീഷ് ദാമോദർ നമ്മുടെ അങ്കിൾ മൂവി ഡയറക്ട് ചെയ്തതാണ്. അദ്ദേഹത്തിന്റെ അടുത്ത മൂവിയാണ് വരാൻ പോകുന്നത്. അപ്പൊ ഇനി ഏതെങ്കിലും ഒരു മൂവിയിൽ ഗിരീഷ് ദാമോദറിനെ കണ്ടാൽ നിങ്ങൾ അദ്ദേഹത്തെ ഓർക്കണം. കാരണം അദ്ദേഹത്തിന്റെ ഒരു ഹാർഡ് ഏൺ ഷിപ്പാണ് അതിനകത്ത് വരാൻ പോകുന്നത്. ഈ ഒരു വർഷം തന്നെ ആ മൂവി എല്ലാ കാര്യങ്ങളും ആഗ്രഹിച്ച പോലെ തന്നെ നടക്കട്ടെ.
ഗോഡ് ബ്ലെസ് യു ചേട്ടാ. അപ്പൊ ചേട്ടന്റെ എല്ലാ ആഗ്രഹങ്ങളും അതുപോലെ നടക്കട്ടെ. ആൻഡ് ഇന്നത്തെ ഞങ്ങളുടെ ഷോയിൽ ജോയിൻ ചെയ്തതിന് ഒരുപാട് താങ്ക് യു. UBL ഒരു പാർട്ട് ആയതിൽ സന്തോഷം. എനിക്കും പരിചയപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം. അപ്പൊ എല്ലാവിധ ആശംസകളും. അപ്പൊ ഇനി ആ മൂവിയുടെ കാസ്റ്റ് ക്രൂ ആയിട്ട് ഇങ്ങോട്ട് വരണം, എന്നിട്ട് എന്നെ തന്നെ ചോദിക്കണം ഇന്റർവ്യൂ. ഒരുപാട് സന്തോഷം ചേട്ടാ. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. അപ്പൊ പ്രേക്ഷകർ ആരും പോകരുത്, ഞാൻ ബ്രേക്കിന് ശേഷം വരാം. അപ്പൊ നമ്മുടെ ഗസ്റ്റിന് പോകാനുള്ള സമയമായി. അപ്പൊ ഒരു ബ്രേക്കിന് ശേഷം കാണാം. താങ്ക് യു.